ഉവൈസി അവിടെ കിടക്കട്ടെ. ഉവൈസി മഹാരാഷ്ട്രയിൽ 8ന്റെ പണി തന്നിട്ടുണ്ട്, ശരിയാണ്. അത് ബീഹാറിൽ സംഭവിച്ചില്ല. അത് വലിയ ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. ഒരൊറ്റ ഒരു സീറ്റിൽ മാത്രമാണ് ഉവൈസി വില്ലനായിട്ടുള്ളത്. ഉവൈസി അവിടെ നിൽക്കട്ടെ. പക്ഷേ കോൺഗ്രസിലോട്ട് വരാം. നമുക്ക് കോൺഗ്രസ്സുകാര് വലിയ രീതിയിൽ ഉവൈസിയെയും അതുപോലെയുള്ള മറ്റു പലരെയും കുറ്റപ്പെടുത്തിയിട്ട് അവർ സേഫ് സോണിൽ നിൽക്കാം എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു വലിയ വാദം. അതൊക്കെ അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി. മതേതര വോട്ട് ബാങ്കുകളിൽ 51 സീറ്റുകളാണ് നിങ്ങൾ ബീഹാറിൽ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. 51 സീറ്റുകൾ. ഇനി വിജയിച്ച 19 പേരിലാവട്ടെ ഒരു സുരക്ഷയും ഒരു ഉറപ്പുമില്ല. ഏത് നിമിഷം വേണമെങ്കിലും BJPയുടെ പാളയത്തിലേക്ക് പോകാം. ഏത് നിമിഷം വേണമെങ്കിലും. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ MLA-മാരെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു റിസോർട്ടിൽ താമസിപ്പിക്കേണ്ട അതീവ ഖേദകരമായ ദയനീയമായ ഒരു അവസ്ഥയല്ലേ നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ഉവൈസിയെ ചൊറിയേണ്ടതില്ല. ഉവൈസി സംഭവമൊക്കെ ശരിയാണ്. ഉവൈസി മഹാരാഷ്ട്രയിൽ ചില വോട്ട് ബാങ്കുകൾ ഭിന്നിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ സത്യമാണ്. പക്ഷെ ബീഹാറിൽ അത് സംഭവിച്ചിട്ടില്ല. സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങളും പറഞ്ഞിരുന്നു. പക്ഷെ സംഭവിച്ചത് ഒറ്റ ഒരിടത്ത് മാത്രമാണ്. അത് JD-യുടെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെ പോയി നിങ്ങളുടെ വോട്ട് ബാങ്കുകൾ? എന്തുകൊണ്ടാണ് 70 സീറ്റുകളിൽ വെറും 19 സീറ്റുകളിൽ മാത്രം വിജയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത്? അതുകൊണ്ട് മാത്രമല്ലേ അവിടെ മഹാസഖ്യം തോറ്റത്? ഇടതുപക്ഷം ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചില്ലേ? അവർക്ക് നൽകിയ സീറ്റിന്റെ 75% സീറ്റുകളും ഇടതുപക്ഷം പിടിച്ചപ്പോൾ RJD മത്സരിച്ച 100% സീറ്റുകളിൽ 90% സീറ്റുകളും RJD പിടിച്ചപ്പോൾ RJD-യും ഇടതുപക്ഷവും കൃത്യമായ മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ പിന്തുണ ലഭിക്കാതിരുന്നത്, സീറ്റുകളുടെ ബലം ലഭിക്കാതിരുന്നത് കോൺഗ്രസിൽ നിന്നാണ്. അത് നിങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അതെങ്ങനെയാ മറച്ചു വെക്കാൻ സാധിക്കുക? മുസ്ലിം വോട്ട് ബാങ്കുകളുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ബീഹാറിൽ അത് സംഭവിച്ചിട്ടില്ല. സാധ്യതകൾ ഉണ്ടായിരുന്നു, പക്ഷേ നേരെ തിരിച്ചായിരുന്നു കാര്യങ്ങൾ സംഭവിച്ചത്. മറ്റു മതേതര വോട്ട് ബാങ്കുകളിൽ നിങ്ങൾ എന്തുണ്ടാക്കി എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ 70 സീറ്റുകൾ ചോദിച്ചു വാങ്ങുകയും വെറും 19 ഇടങ്ങളിൽ വിജയിക്കുകയും ബാക്കി 51 ഇടങ്ങളിൽ BJPക്കും JD-ക്കും സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണ്. അല്ലാതെ RJD, കോൺഗ്രസ്, ഇടതുപക്ഷ സഖ്യത്തിലെ ഇടതുപക്ഷമല്ല, RJD അല്ല, മറിച്ച് കോൺഗ്രസ് ആണ് അവിടെ മഹാസഖ്യത്തെ തോൽപ്പിച്ചത്. അല്ല എന്ന് നിങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു തരൂ. ഒരു തെളിവുമില്ല. 51 ഇടങ്ങളിൽ നിങ്ങൾ തോറ്റുപോയി. ആ തോൽവിയാണ് മഹാസഖ്യത്തെ തോൽപ്പിച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കൃത്യമായി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സീറ്റുകൾ നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് നിസ്സാരമായാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോട്ടെ എന്നുള്ള ഒരു മാനദണ്ഡത്തിലൂടെയാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ കാണുന്നുള്ളത്. അതൊക്കെ മാറ്റിപ്പിടിച്ചിട്ട് ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചരണം, ശക്തമായ രീതിയിൽ മണ്ഡലങ്ങളിലൂടെയുള്ള പ്രചരണങ്ങൾ, പ്രവർത്തകർക്കിടയിലുള്ള പ്രചരണങ്ങൾ, ജനങ്ങളിലേക്കുള്ള ഇറങ്ങിച്ചെല്ലൽ, ഇതൊക്കെ സജീവമാക്കണം. വെറും തിരഞ്ഞെടുപ്പ് സമയത്ത് ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഇറങ്ങുന്ന നേതാക്കന്മാരെയല്ല ആവശ്യം. മറിച്ച് ഉവൈസിയിൽ നിന്ന് ആ പാഠം പഠിക്കാം. അദ്ദേഹം വന്നിട്ടുണ്ട്, 5 സീറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. അത് ആരും എവിടെയും പറയാത്ത സീറ്റുകളാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.